രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. അതേപോലെ തന്നെ അയോധ്യ നിവാസികൾക്ക് ഭരതശത്രുഘ്നന്മാരെ മറക്കാനും ആവില്ല. അവരെ വരുത്തിയിട്ട് വേണമല്ലോ അഭിഷേകം. അവരതിൽ പങ്കെടുക്കാനുള്ളവരാണല്ലോ. പക്ഷേ അതിനൊന്നും കാത്തു നിൽക്കാതെ ഇതാ സഭ വിളിച്ചു കൂട്ടുന്നു, തീരുമാനം വളരെ വേഗത്തിൽ കൈക്കൊള്ളുന്നു. അടുത്ത പുലരിയിൽ അഭിഷേകം. ഇതിൽ അസാധാരണത്വമുണ്ട്. ആ അസാധാരണത്വത്തിനുള്ളതായ കാരണമാണ് മഹാരാജാവായ ദശരഥൻ രാമനെ അറിയിച്ചു തുടങ്ങുന്നത്. രാമ, വൃദ്ധോസ്മി ദീർഘായുർ, ഞാൻ വൃദ്ധനാണ്, വളരെയേറെ വൃദ്ധനാണ്, ദീർഘായുസ്സായിരുന്നു, ഏറെക്കാലം ജീവിച്ചു ഞാൻ ഈ ഭൂമിയില്, ഏറെക്കാലം ഈ സിംഹാസനത്തിലിരുന്ന് നാട് സംരക്ഷിക്കുകയും ചെയ്തു. അതോടൊപ്പം ഒരു രാജാവ്, ഒരു പൗരൻ, ഒരു മനുഷ്യൻ എന്തൊക്കെ അനുഭവങ്ങൾ ഈ ലോകത്തിൽ നിന്ന് നേടണമോ അതെല്ലാം ഞാൻ നേടിക്കഴിഞ്ഞിരിക്കുന്നു. സൂര്യവംശജരായ രാജാക്കന്മാർ അനുഭവിച്ചു പോന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. എല്ലാ മനുഷ്യരും ചതുർവിധ പുരുഷാർത്ഥങ്ങളിൽ 3 നിശ്ചയമായിട്ട് നേടിയിരിക്കണം. ധർമ്മം, അർത്ഥം, കാമം. ധർമ്മത്തെ അവലംബിച്ച് വേണം അർത്ഥകാമങ്ങൾ നേടാൻ. അങ്ങനെ അർത്ഥകാമങ്ങളെ ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ അനുഭവിച്ചു കഴിഞ്ഞാൽ ക്രമേണ പല ജന്മങ്ങളിലൂടെയും മനസ്സിന് ഭാഗം വന്ന് മോക്ഷം എന്നുള്ള പരമമായ പദത്തിൽ എത്തിച്ചേരും. അതാണ് ജീവിതത്തിന്റെ മാർഗം. ഇക്ഷ്വാകുക്കളെല്ലാം അങ്ങനെ തന്നെയായിരുന്നു. ശൈശവേ അഭ്യസ്ത വിദ്യാനാം, ശൈശവത്തില് കുഞ്ഞായിരിക്കുമ്പോഴത്തേക്കും വിദ്യ പഠിക്കുന്നു. ഗുരുകുലത്തിൽ ചെന്നിട്ട് ഗുരുവിനെ സമാശ്രയിച്ചിട്ട് ഗുരുമുഖത്ത് നിന്ന് സകല വിദ്യയും, വേദാദികൾ, ശാസ്ത്രങ്ങൾ എല്ലാം പഠിക്കുന്നു. ആയുധവിദ്യയും അവിടെ നിന്ന് തന്നെ പഠിക്കുന്നു. യൗവനെ വിഷയിഷിണാം, കാളിദാസന്റെ രഘുവംശത്തില് സൂര്യവംശ രാജാക്കന്മാരുടെ എല്ലാം ജീവിതക്രമത്തെ നമുക്ക് വളരെ എളുപ്പത്തിൽ കാണിച്ചു തരികയാണ്. യൗവനമാകുമ്പോഴോ അപ്പോഴേക്കും യുവരാജാവായിട്ടും പിന്നെ മഹാരാജാവായിട്ടും എന്തൊക്കെയാണോ ഈ ഭൗതിക ജഗത്തില് താൻ ചെയ്യേണ്ടതായിട്ടുള്ളത്, ധർമ്മത്തിന് യാതൊരു കുറവും വരാതെ ധർമ്മത്തെ സംരക്ഷിച്ചുകൊണ്ട് അതെല്ലാം നിർവഹിക്കുന്നു. അതിന് യാതൊരു അമാന്തവും സൂര്യവംശ രാജാക്കന്മാർ കാണിക്കാറില്ല. ലോകത്തെ മുഴുവൻ രക്ഷിക്കുന്നു, ജനങ്ങളെ ഓരോരുത്തരെയും രക്ഷിക്കുന്നു, എന്തിന് ദേവലോകത്തെ പോലും രക്ഷിക്കുന്നു. വാർദ്ധക്യമായാലോ വാർദ്ധകേ മുനിവൃത്തീനാം, വാർദ്ധക്യമാകുമ്പോഴേക്കും തൻ്റെ അടുത്ത തലമുറയ്ക്ക് അധികാരം കൈമാറുന്നു. കുഞ്ഞുങ്ങളായിരിക്കുന്ന മക്കളെ വളർത്തി അവരെ പഠിപ്പിച്ച് അവരെ രാജ്യത്ത് സംരക്ഷിക്കുന്നതിന് യോഗ്യരാക്കി തീർത്തിട്ട് തന്റെ വാർദ്ധക്യത്തില് അവരുടെ കയ്യിലേക്ക് ആ അധികാരം പകരുകയാണ്. എന്നിട്ടും അവിടെ വാനപ്രസ്ഥനായി കുറച്ചു കാലം കൂടി കൊട്ടാരത്തിൽ തങ്ങും. അതാണ് വാർദ്ധക്യത്തിൽ മുനിവൃത്തി. മുനിയായിട്ട് ജീവിക്കും. മുനിയുടെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് കുറച്ചു നാളുകൂടി അവിടെ കൊട്ടാരത്തിൽ കഴിയും. എന്തിനു വേണ്ടിയിട്ട്? ഭൗതിക സുഖങ്ങൾ അനുഭവിക്കാനല്ല. തന്റെ പുത്രൻ ആരിലാണോ താൻ ഭരണസാരഥ്യം ഏൽപ്പിച്ചിരിക്കുന്നത് ആ വ്യക്തി യാതൊരു കുറവും കൂടാതെ കണ്ട് എല്ലാം നിർവഹിക്കുന്നു എന്ന് ഉറപ്പുവരുത്താനും
പിന്നെ പുതിയതായ അനുഭവങ്ങൾ മുന്നിൽ വന്നു ചേരുമ്പോഴേക്കും അവർക്ക് പല കാര്യങ്ങളിലും സംശയം തീർക്കാനുണ്ടാകും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവർക്ക് വേണ്ടുന്നതായ ഉപദേശം നൽകാനുമായിട്ട് കുറെ കാലം കൂടി അവിടെ നിൽക്കും. അത് കഴിഞ്ഞാൽ മഹാതപസ്യനായിട്ട് ഏകാന്തമായ കാനനത്തിലേക്ക് പോകും. അവിടെ തപസ് വിധിപ്രകാരം അനുഷ്ഠിച്ചിട്ട് ആ യോഗശക്തി കൊണ്ട് ശരീരത്തെ പോലും അവർ സ്വയം ഉപേക്ഷിക്കും. അങ്ങനെ കഠിനമായ തപസ് ചെയ്ത് തന്റെ ഉള്ളിലിരിക്കുന്ന ആ ആത്മാവിനെ അത് പരമാത്മാവാണ് എന്ന് തിരിച്ചറിയുന്നു. അതാണ് യോഗത്തിന്റെ പൂർണ്ണത. ജീവാത്മാവും പരമാത്മാവും ഒന്ന് തന്നെയാണെന്നുള്ള ഐക്യജ്ഞാനം. പിന്നെ അവിടെ രണ്ടില്ല, ഒന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അവർ തനുവിനെ, ശരീരത്തെ ഉപേക്ഷിക്കുന്നു ബോധപൂർവമായിട്ട്. അതാണ് മഹാസമാധി. എപ്പോൾ സമാധിയാകണം എന്ന് അവർക്ക് അത്തരം ഉയരങ്ങളിലെത്തിയ ആളുകൾക്ക് തീരുമാനിക്കാനായി സാധിക്കും. നിർവികൽപ്പ സമാധിയിൽ എത്തിച്ചേർന്ന അവർക്ക് എത്ര കാലം ശരീരം നിലനിർത്തണമോ അത്രയും കാലം ശരീരം നിലനിർത്താനാകും. അത് ശരീരത്തെ ഉപേക്ഷിക്കണം എന്ന് തോന്നുമ്പോഴേക്കും ഉപേക്ഷിക്കാനുമാകും. സൂര്യവംശ രാജാക്കന്മാർ ശരീരത്തെ ആ ഒരു ഘട്ടത്തില് വേണ്ടുന്ന സമയത്ത് ഉപേക്ഷിക്കുന്ന ആളുകളാണ്, സ്വച്ഛന്ത മൃത്യുക്കളാണ്. അതാണ് തനുത്യജാം എന്ന് പറഞ്ഞു വെച്ചത്. യോഗശക്തി മൂലം ശരീരത്തെ ത്യജിക്കുന്നവർ, അങ്ങനെ ആത്മസ്വരൂപത്തിൽ സർവത്ര നിറഞ്ഞ് അഖണ്ഡ സച്ചിദാനന്ദമായി വിളങ്ങുന്നവർ, അങ്ങനെയുള്ളവരാണ് സൂര്യവംശ രാജാക്കന്മാർ. ഈ പാരമ്പര്യം നിലനിർത്തുന്നവരാണ് എല്ലാവരും. ദശരഥനും അതേ പ്രകാരത്തിൽ തന്നെ ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു, ധർമ്മം അർത്ഥം കാമം ഇത്യാദികളെല്ലാം സൂര്യവംശരുടെ രീതിയിൽ ധർമ്മത്തെ പരിപൂർണമായും സംരക്ഷിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി വാനപ്രസ്ഥം, സന്യാസം എന്നുള്ളവയാണ് മുന്നിൽ. എന്ന് മഹാരാജാവ് രാമനെ കേൾപ്പിക്കുകയാണ്, സൂചിപ്പിക്കുകയാണ്. അതാണ്, അല്ലയോ രാമ, ഞാൻ വൃദ്ധനാണ്, ദീർഘായുസ്സായിരുന്നു. ഞാൻ ആഗ്രഹിച്ചതുപോലെ സൂര്യവംശജരുടെ അതേ പാത പിന്തുടർന്നുകൊണ്ട് എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിച്ചു എന്ന് മാത്രമല്ല, അന്നവദ്ധി കൃതശതൈഹി യഥേഷ്ടം ഭൂരിദക്ഷണൈഹി, ഞാൻ അനേകം യജ്ഞങ്ങൾ ചെയ്തു. ആ യജ്ഞങ്ങളെല്ലാം അങ്ങേയറ്റം സമൃദ്ധമായിരുന്നു. ആ യജ്ഞകർമ്മങ്ങളിൽ എങ്ങും ഒരു വീഴ്ചയും വരുത്തിയില്ല. വരുന്നവർക്കെല്ലാം ഭക്ഷണം, താമസ സൗകര്യം, എല്ലാവർക്കും ആദരം. അവിടെ വ്യക്തികൾ തമ്മിൽ വലിപ്പച്ചെറുപ്പങ്ങളില്ല. അവിടെ സമ്പന്നനെന്നും ദരിദ്രനെന്നും ഉയർന്ന ജാതിക്കാരനെന്നും താണജാതിക്കാരനെന്നും ഉള്ളതായ വ്യത്യാസങ്ങളൊന്നുമില്ല. എല്ലാവരെയും ഒരുപോലെ ഈശ്വര സ്വരൂപമായി കണ്ട് ആദരിക്കുന്നു. അതാണ് എല്ലാവർക്കും നിറയെ ഭക്ഷണവും താമസ സൗകര്യവും എല്ലാ സൗകര്യങ്ങളും. എന്ന് മാത്രമല്ല, ഭൂരിദക്ഷിണൈഹി, വർദ്ധിച്ചതായ ദക്ഷിണയും ഇങ്ങനെ നൽകി. ഞാൻ വിധിപ്രകാരം യജ്ഞങ്ങൾ അനേകം ക്രതുശതൈഹി, 100 കണക്കിന് യജ്ഞങ്ങൾ ഞാൻ ചെയ്തു. അല്ലയോ രാമ, ദത്തമിഷ്ടം അധീതം ച മയാ പുരുഷസത്തമ, ഞാൻ ദാനം ഇഷ്ടം പോലെ ചെയ്തു. അതേപോലെ തന്നെ ഞാൻ ഇഷ്ടികൾ, ഹോമങ്ങൾ, ഏതൊരു മഹായജ്ഞത്തിന്റെ അകത്തും അനേകം ഇഷ്ടികൾ ഉണ്ടാകും. അതിന്റെ ഒരു പരമ്പരയാണ്, ഇഷ്ടികളുടെ പരമ്പരയാണ് ഈ യജ്ഞങ്ങൾ. അങ്ങനെയുള്ള ഇഷ്ടികളെല്ലാം തന്നെ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. പിന്നെയോ എന്തൊക്കെയാണോ പഠിക്കേണ്ടത്, വേദങ്ങളും ശാസ്ത്രങ്ങളും അതെല്ലാം പഠിച്ചും കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇവയെല്ലാം ഭംഗിയായിട്ട്, അല്ലയോ പുരുഷസത്തമ, പുരുഷശ്രേഷ്ഠ, ഞാൻ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ അനുഭൂതാനിച്ച ഇഷ്ടാനി മയാ വീര സുഖാന്യവി, അല്ലയോ വീര,
എന്തൊക്കെ സുഖങ്ങളാണോ അനുഭവിക്കേണ്ടത്, അങ്ങനെയുള്ള ഇഷ്ടങ്ങളായ ആർക്കും ഹിതങ്കരങ്ങളായിരിക്കുന്ന സുഖങ്ങളെയും ഞാൻ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏതൊരു മനുഷ്യനും ഈ ഭൂമിയിൽ ജനിക്കുന്നത് ഋണങ്ങളോടൊപ്പമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കടങ്ങളോടൊപ്പമാണ്. അനേകം കടങ്ങൾ അഥവാ കർത്തവ്യങ്ങൾ നമുക്കുണ്ട്. ആ കർത്തവ്യങ്ങളുടെ കൂട്ടത്തിൽ ദേവഋണം, പിതൃണം, ഋഷിഋണം എന്നിവയെല്ലാം സുപ്രധാനമായ സ്ഥാനം വഹിക്കുന്നു. ഇതെല്ലാം ഞാൻ വീട്ടിൽ കഴിഞ്ഞിരിക്കുന്നു. ദേവർഷി പിതൃവിപ്രാണാം അനൃണോസ്മി തഥാത്മന. അല്ലയോ കുഞ്ഞെ, ഞാൻ ദേവഋണം, അത് യജ്ഞാദികൾ ഭംഗിയായി നടത്തുന്നതിൽ കൂടിയാണ് ദേവഋണം വീട്ടാൻ സാധിക്കുക. അത് ഞാൻ ഭംഗിയായിട്ട് നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. പിതൃഋണം ഞാൻ ഭംഗിയായിട്ട് വീട്ടിൽ കഴിഞ്ഞിരിക്കുന്നു. ഉത്തമരായ സന്താനങ്ങൾ ഉണ്ടാവുക, ആ സന്താനങ്ങളെ യഥായോഗ്യം പഠിപ്പിക്കുക, അവരെ മിടുക്കരാക്കി തീർക്കുക. ലോകത്തെ മുഴുവൻ ഈശ്വരനായി കാണുന്ന സന്താനങ്ങളാലാണ് ഏതൊരു കുടുംബവും ഏതൊരു മനുഷ്യനും ശ്രേയസ്സിൽ എത്തുന്നത്. അങ്ങനെയാണ് പിതൃഋണം ദൂരീകരിക്കേണ്ടത്. ഞാൻ ആ പ്രകാരത്തിലും വേണ്ടുന്ന പദവി കൈവരിച്ചു കഴിഞ്ഞു. 4 മക്കൾ. അല്ലയോ രാമ, നീയാണ് സർവഗുണസമ്പന്നനായിട്ടുള്ള മകൻ. നിന്റെ അനുജന്മാരും അതേ പ്രകാരത്തിൽ തന്നെ. അങ്ങനെ നിങ്ങളിലൂടെ ഞാൻ പിതൃഋണവും വീട്ടിൽ കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, ഗുരുക്കന്മാരോട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അതും ഞാൻ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ ഇനി എനിക്ക് കടങ്ങളൊന്നും ഈ ലോകത്തില് ചെയ്യാനായിട്ട് അവശേഷിച്ചിരിപ്പില്ല.